Amen.
ജനനം ഇവണ്ണമായിരുന്നു. അവൻ
അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
ശ്രേഷ്ഠന്മാരെയും ഗുരുഭൂതരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. പൂർണ്ണഹൃദയത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവരിൽ നിന്നും സ്തുതിയാകുന്ന യാഗം കൈക്കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പാപികളായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധ യാഗപീഠത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും യാഗങ്ങളും നിനക്ക് അർപ്പിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ യാഗം നിനക്ക് അംഗീകാരയോഗ്യമായി തീരുമാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനായ നിന്റെ റൂഹ ഞങ്ങളുടെ കർത്താവേ മിശിഹാ മൂലം ഞങ്ങളുടെ മേലും വെക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകൾ മേലും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിന്മേലും വസിക്കുമാറാകണമേ. അവനോടുകൂടെയും നിന്റെ പരിശുദ്ധ റൂഹായോടുകൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും എല്ലായ്പ്പോഴും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഞങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേനെന്ന് ഉച്ചത്തിൽ പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ വിമാനമുള്ള
കൊണ്ടാടുന്ന ആരെങ്കിലും ആരാധനയ്ക്കായിട്ട് ഒരുക്കത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്ര ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുൻപോട്ട് കടന്നു വരാം. മുൻപിലുള്ള താളത്തിൽ നിങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കാം. മുൻപിൽ വന്ന് നിൽക്കുകയും ചെയ്യും. വിവാഹ വാർഷികം കൊണ്ടാടുന്നവരാരെങ്കിലും ഉണ്ടോ? അവർക്കും കുടുംബങ്ങളായിട്ട് വന്ന് മുൻപിൽ നിൽക്കാവുന്നത്. കാരുണ്യവാനും മനസ്സലിവുള്ളവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവന്റെ ഉടയവനും ഞങ്ങൾക്കത് ഔദാര്യത്തോടെ ദാനം ചെയ്യുന്നവനും അവിടുന്നാകുന്നു. ഈ ജീവനിൽ ഞങ്ങൾ സന്തോഷമായിരിക്കുവാൻ തക്കവണ്ണം വേണ്ടുന്നതെല്ലാം ഒരുക്കി തരുന്നവനും അവിടുന്നാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലഭിച്ച ആയുസ്സിൽ ഒരു സംവത്സരം കൂടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചതോർത്ത് തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അവിടുത്തെ സന്നിധിയിൽ വന്ന് നന്ദി പറയുന്നതായി പ്രിയപ്പെട്ടവരെ അവിടുന്ന് സ്നേഹത്തോടെ സന്ദർശിച്ച് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദേവാലയത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്റെ മക്കളെ അവിടുന്ന് ദാനം ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ നന്മയ്ക്കായിട്ട് തിരുസന്നിധിയിൽ യാചിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഭവിച്ചിട്ടുള്ളതായ എല്ലാ കുറവുകളെയും ദൈവം അവരോട് ക്ഷമിക്കുമാറാകണം. അറിഞ്ഞും അറിയാതെയും അവരുടെ കാലുകൾ എവിടെയെങ്കിലുമൊക്കെ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രവർത്തികളിലും ചിന്തകളിലും എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് മനസ്സോടെ അവരോട് ക്ഷമിക്കുമാറാകണം. കർത്താവെ, പുതിയ സംവത്സരത്തിൽ അവർ അർഹിക്കുന്നതിലും അധികമായ നന്മകളാൽ നീ അവരെ സഹായിച്ച് ശക്തീകരിക്കണമേ. ലഭിക്കുന്ന ദാനങ്ങൾക്കൊക്കെയും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാനും സഹായിക്കണം. സ്വർഗീയ പിതാവെ, അവരുടെ പ്രവർത്തികളെയൊക്കെയും അവിടുന്ന് സഹായിച്ച് ആശീർവദിക്കണമേ. ഏത് മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നത് ദൈവിക ആലോചനയോടുകൂടെ അവിടെ ആയിരിക്കാനും ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിപ്പാനും അവരെല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പാദങ്ങൾ വയ്ക്കുന്ന ഇടങ്ങളൊക്കെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഇടങ്ങളായി ഭവിക്കുമാറാകണമേ. അവരിടപെടുന്നവരൊക്കെയും ദൈവസ്നേഹം തിരിച്ചറിയുന്നവരായിരിക്കാൻ ഇടയാകുമാറാകണം. അവരുടെ പ്രവർത്തികളെയും അവരുടെ ചിന്തകളെയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും അവിടുന്ന് സഹായിച്ച് ആശീർവദിക്കും. കുടുംബങ്ങളായിരിക്കുന്നവർക്ക് കർത്താവെ, അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ദൈവഹിതപ്രകാരം അതിനൊക്കെയും അവിടുന്ന് കാലാകാലങ്ങളിൽ നടത്തിപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമിതമായ സന്തോഷങ്ങളും അമിതമായ ദുഃഖങ്ങളും ഏതിൻ്റെ മക്കൾക്ക് അവിടുന്ന് നൽകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനമുള്ള ജീവിതവും ദൈവസന്നിധിയിൽ പ്രസാദകരമായ അനുഭവം അവർക്ക് എല്ലായ്പ്പോഴും നൽകണം. ഏത് വഴിയിലും ദൈവിക സാന്നിധ്യത്തിന് മറവിൽ അവർ ആയിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടിയും ദൈവത്തോട് ചേർന്നും ജീവിപ്പാൻ അവരെ സഹായിച്ചു. തലമുറകളെ നൽകിയിരിക്കുന്നവർക്കായി സ്തോത്രം. അവരെയും അവിടുന്ന് നിലനിർത്തുമാറാകണം. കർത്താവെ, ഈ നാളുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുർഘടം പിടിച്ചതായ നാളുകളാകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ജീവനെ അവിടുന്ന് സൂക്ഷിക്കുന്നതിനാൽ സംരക്ഷിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ലഭിച്ചിരിക്കുന്ന ആയുസ് എന്ന വലിയ ദാനം ദൈവിക ദാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സമയം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ വളർന്നു വരുവാൻ, ക്രിസ്തീയ കൂട്ടായ്മയിൽ ഉച്ചരിപ്പാൻ, ദൈവവചനം വായിക്കുന്നതിലും പഠിക്കുന്നതിലും ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഇന്ന് ആഗ്രഹിച്ച ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നവരെയും കർത്താവെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുഗ്രഹം അവരെയും സന്ദർശിക്കണമേ. ഇത്തരത്തിലുള്ളതായ സ്തോത്ര ശുശ്രൂഷകളെയും അഗണ്യമായി കരുതുന്നതായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. കർത്താവെ, തിരിച്ചറിവുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. നന്ദി പറയുവാനുള്ള മനോവിനയം എല്ലാവർക്കും നൽകണമേ. പരിജ്ഞാനത്തോടെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവരെയും സഹായിച്ചാൽ യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ.
ചോദിച്ചാൽ അടുത്ത ആഴ്ച നമ്മളുടെ ഇടവകയിൽ ഭദ്രാസന ദിനമായിട്ട് ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇന്ന് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതായ ധ്യാന വിഷയം യോസഫിനോടുള്ള അറിയിപ്പ് എന്നുള്ളതാകും. അതായത് സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി പ്രാർത്ഥിക്കും. കർത്താവേ, ആഗമന കാലത്തിൽ ഒരു ഞായറാഴ്ച കൂടെ പിന്നിടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കും. ലോകത്തിനു വേണ്ടിയുള്ള അതിൻ്റെ രക്ഷാ പദ്ധതി ബലഹീനരായ ഞങ്ങളെയും അവിടുന്ന് തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ദൈവിക കൃപ വർദ്ധിപ്പിച്ചു തരും. എൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് സഹായമായിരിക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. പറയിപെറ്റ പന്തിരുകുലം, പറയിപെറ്റ പന്തിരുകുലം എന്നുള്ളതായ ഒരു പ്രയോഗം കേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് സുപരിചിതമാണ്. അവരിൽ ഒരാളാണ് അകവൂർ ചാത്തൻ. അകവൂർ ചാത്തൻ ഒരിക്കലൊരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ കൂടെ ഒരു സഹായിയെയും കൂട്ടി. അയാളാകട്ടെ തൻ്റെ കയ്യിൽ ഒരു ചുരക്കായി പിടിച്ചിട്ടുണ്ട്. ഈ ചുരക്കയുമായിട്ടാണ് അകവൂർ ചാത്തനോടൊപ്പം സഹായിയും സഞ്ചരിക്കുന്നത്. പോകുന്ന ഇടങ്ങളിലെല്ലാം അവിടെയുള്ള തീർത്ഥങ്ങളിൽ ചാത്തൻ മുങ്ങും, കൂടെ സഹായിയും മുങ്ങും. സഹായി ചുരക്കയും തീർത്ഥത്തിൽ മുക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പല നാളുകൾ കഴിഞ്ഞ് തീർത്ഥാടനം പൂർത്തീകരിച്ച് അവർ തങ്ങളുടെ ഭവനത്തിൽ മടങ്ങിയെത്തിയപ്പോൾ ഭക്ഷണമുണ്ടാക്കുവാൻ സഹായി അടുക്കളയിലേക്ക് പോയി. അകവൂർ ചാത്തനാകട്ടെ കുളിച്ച് തേവാരം കഴിയുവാനായിട്ട് കുളിക്കടവിലേക്കും പോയി. സമയമായപ്പോൾ ഭക്ഷണത്തിന് ചാത്തൻ ഇരുന്നു. സഹായി ഭക്ഷണം വിളമ്പി. അക്കൂട്ടത്തിൽ അവർ കൊണ്ടുപോയതായ ചുരക്കയും കറിയാക്കി വിളമ്പിയിരുന്നു. ചാത്തൻ ഭക്ഷണം തുടങ്ങി. ഭക്ഷണത്തിൽ ചുരക്ക വായിലേക്ക് ചെന്നപ്പോൾ വല്ലാതെ കഴിച്ചു. അയാൾ സഹായിയെ വിളിച്ച് ചോദിച്ചു, നീ എന്തോ കറിയാണ് ഉണ്ടാക്കിയത്? ഇത് വല്ലാത്ത കയ്പാണല്ലോ, ദേഷ്യപ്പെട്ടു. അപ്പോൾ സഹായി പറഞ്ഞു, അയ്യോ, നമ്മളുടെ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ സകല തീർത്ഥങ്ങളിലും ഈ ചുരക്കയും മുക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കയ്പെല്ലാം പോയി കാണും. അതുകൊണ്ടാണ് ഞാനത് കറിക്ക് വിളമ്പിയത്. വർഷാവർഷം ആഗമനവും ക്രിസ്മസും ഒക്കെ നമ്മൾ ആചരിക്കുന്നു. കയ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളുടെ ആചരണത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നും അയാളുടെ ജീവിതത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നും നിങ്ങളുടെ ആയുസ്സിനൊത്തവണ്ണം നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എല്ലാ വർഷവും ഇത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആയുസ്സിനൊത്തവണ്ണം 1-ാമത്തെ വയസ്സ് മുതൽ ഇന്ന് എത്ര വയസ്സുണ്ടോ ആ വയസ്സ് വരെ ഞാനത് കേട്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ. എവിടെയെങ്കിലും ഒരു കയ്പിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്നത് ആവശ്യം. യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ മൗനം കൊണ്ടൊരു മഹാഭാരതം എഴുതിയ മനുഷ്യൻ. ഇതിഹാസം. മൗനമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാകട്ടെ വലിയ ഒരു സന്ദേശമാണ് ലോകത്തിന് മുൻപിൽ വെളിച്ചം തുറന്നു വയ്ക്കുന്നത്. മൗനത്തെ മഹാഭാരതമാക്കിയ, ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക്
നിങ്ങൾ ക്രിസ്ത്യാനിയുടെ എന്തു പറയുന്നത് വ്രണപ്പെടരുത് ആരുടെയും. ഇതൊക്കെ നമ്മളുടെ ദേശത്തിൻ്റെതായ ഇതിഹാസങ്ങളാണ്. ആ ഒരു അർത്ഥത്തിൽ മാത്രമേ അതിനെ കണ്ടാൽ മതി. മൗനത്തിന്റെ ആഘോഷമാണ് യോസഫിൽ നാം കാണുന്നത്. ഒരു വാക്ക് പോലും സംസാരിക്കാതെ മനുഷ്യന് ലോകത്തെ തൊടുവാൻ പറ്റും. മഹാചരിതങ്ങൾ രചിക്കുവാൻ കഴിയുന്ന ജീവിതമാണ്. ഈ മനുഷ്യനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ 3 പ്രത്യേകതകളെ കുറിച്ചും ലഘുവായി ധ്യാനിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോസഫിനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നാമതായിട്ട് ഇങ്ങനെ പറയും, അവൻ ദിവ്യ നീതിയുടെ ദേഹരൂപമായിരുന്നു. He was the embodiment of divine justice. ദൈവിക നീതിയുടെ ദേഹരൂപം. ദൈവം എങ്ങനെയാണ് നീതിയുള്ളവനാകുന്നത്, ദൈവത്തിന്റെ നീതി എന്നാൽ എന്ത് എന്ന് മനുഷ്യന് വെളിപ്പെടണമെങ്കിൽ യോസഫിനെ നോക്കിയാൽ മതി. 19-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ആരാണ് നീതിമാൻ? യഹൂദന്റെ ചിന്തയിൽ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവനാണ് നീതിമാൻ. കടുകിട വ്യത്യാസമില്ലാതെ ദൈവിക ന്യായപ്രമാണത്തെ പാലിക്കുന്നവൻ നീതിമാനാണ്. അതിനെയാണ് പൗലോസ് പറയുന്നത്, ന്യായപ്രമാണത്തിലൂടെ രക്ഷപ്പെടാം എന്നൊരു വിശ്വാസം യഹൂദന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. യോസഫ് ന്യായപ്രമാണം സംബന്ധിച്ച് ഒരപവാദവും അവനെ കുറിച്ച് പറയുവാനായിട്ടില്ല. അപ്പോൾ ന്യായപ്രമാണപ്രകാരം എങ്ങനെയാണ് അവനിപ്പോൾ നേരിടുന്ന പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്? തൻ്റെ ഭാര്യയായി നിശ്ചയിക്കപ്പെട്ടതായ യുവതി അവർ കൂടി വരും മുൻപേ ഗർഭിണിയായി തീർന്നപ്പോൾ, ലോകപ്രകാരം നോക്കുമ്പോൾ വിവാഹത്തിന് പുറത്തൊരു ഗർഭം വഹിക്കുന്ന ആ സ്ത്രീയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ന്യായപ്രമാണം വിശദമായിട്ട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത് യഹൂദന്റെ നിയമമാണ്. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന നീതിമാനായ യോസഫിന് ഇതിനുള്ള സ്വാതന്ത്ര്യം ന്യായപ്രമാണം നൽകുന്നുണ്ട്. കൊന്നുകളെ നീതി നടപ്പിലാക്കുക. എന്നാൽ യോസഫിന് ഉറക്കം വരുന്നില്ല. യോസഫിന്റെ നീതിബോധം അവനെ അസ്വസ്ഥനാകും. ന്യായപ്രമാണത്തിന്റെ അക്ഷരങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ ന്യായപ്രമാണത്തിന്റെ ആത്മാവിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇതാണ് യോസഫിന്റെ ധർമ്മ സങ്കടം, നീതിമാന്റെ ധർമ്മ സങ്കടം. നമ്മുടെ ദേശത്തിൽ നീതിന്യായ കോടതികളുടെ വിധികളൊക്കെ അക്ഷരത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭകളുടെ ചരിത്രം നാം ദിനംതോറും വായിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ ജീവിത വ്യവഹാരങ്ങളിൽ നീതി എങ്ങനെ ആയിരിക്കണം, അത് ദൈവനീതിയാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാകുന്നു ഈ വേദഭാഗം നമുക്ക് നൽകുന്നു. നിങ്ങൾ സാഹിത്യ അഭിരുചിയുള്ളവരാണെങ്കിൽ ഷേക്സ്പിയർ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് ദ മെർച്ചന്റ് ഓഫ് വെനീസ്, വെനീസിലെ വ്യാപാരി. അതിനകത്ത് ഒരു കഥാപാത്രമുണ്ട്, ഷൈലോക്ക്. ആ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, കാരണം ഈ അടുത്ത് ഇറങ്ങിയതായ ഒരു മമ്മൂട്ടി ചിത്രത്തിൻ്റെ പേരാണ്. അതുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ ഷൈലോക്കിനെ അറിയത്തില്ലെങ്കിലും മമ്മൂട്ടിയുടെ ഷൈലോക്കിനെ എല്ലാവർക്കും അറിയാം. ഈ ഷൈലോക്ക് ആരായിരുന്നു? ഒരു യഹൂദനായിരുന്നു അയാൾ പണയം കൊടുക്കുന്നയാളാണ്. പണയമെടുക്കുകയും പണയത്തിന് പകരം പണം കൊടുക്കുകയും ചെയ്യുന്ന ആൾ. അപ്പോൾ അന്റോണിയോ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്നും കടം കൊടുത്തപ്പോൾ
അയാൾ പണയമായി ആവശ്യപ്പെടുന്നത് തൻ്റെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം. ശ്രദ്ധിച്ചോണേ, കടം കൊടുത്തപ്പോൾ പണയമായിട്ട് ആവശ്യപ്പെട്ടത് നീ ഇത് തിരിച്ചു തന്നില്ല എങ്കിൽ നിന്റെ ശരീരത്തിൽ ഒരു റാത്തൽ മാംസം ഞാൻ വെട്ടിയെടുക്കും. അയാൾ വളരെ അത്യാവശ്യക്കാരനായതുകൊണ്ട് അതും സമ്മതിച്ച് പോയി. എന്നാൽ അന്റോണിയോയ്ക്ക് തൻ്റെ പണം മടക്കി നൽകുവാനായിട്ട് ആകുന്നില്ല. കടമെടുത്തതായ തുക മടക്കി നൽകുവാനാകുന്നില്ല. അവസാന ദിവസം കഴിയുമ്പോൾ ഷൈലോക്ക് വരികയാണ്. ഒരു റാത്തൽ മാംസം ലഭിക്കുന്നതിനായിട്ട് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നു. നിയമത്തിൻ്റെ അക്ഷരങ്ങൾ നോക്കിയാൽ ന്യായമായ ഒരാവശ്യമാണ്. എന്നാൽ ആ കഥയിൽ പോർഷ്യ എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: രാജാവിൻ്റെ നീതി ദൈവനീതിക്ക് സമമാകുന്നതിന് നീതി കരുണയിൽ ആവൃതമാകണം. ഇവിടെ പറയാം, രാജാവിൻ്റെ നീതി ദൈവനീതിക്ക് തുല്യമാകണമെങ്കിൽ അത് കരുണയാൽ ആവൃതമാകണം. ഞാൻ പറഞ്ഞ ആശയം തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് മുന്നമേ ഷേക്സ്പിയർ പറഞ്ഞത്. നീതി എന്നത് അക്ഷരങ്ങളിലല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത്. നീതി എന്നത് കരുണയുടെ ആവരണത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. യോസഫ് നീതിമാനാകൊണ്ട് അവൻ അസ്വസ്ഥത മനസ്സിലുണ്ടായി. ഈ സ്ത്രീയെ കല്ലെറിയണോ, അതോ അവളോട് കരുണയോടെ പ്രവർത്തിക്കണം. ഉറക്കം നഷ്ടപ്പെടുന്നതായ ഒരു അനുഭവം. നീതി എന്നതിനെ കുറിച്ച് യോസഫിനോട് പറയുമ്പോൾ അവൻ പറയും, നീതി എന്നത് എനിക്ക് കിട്ടേണ്ടതായ ഒരു അനുഭവം മാത്രമല്ല, ഞാൻ കൊടുക്കേണ്ടതായ ഒരു അനുഭവം കൂടിയാണ്. മറിയയിൽ നിന്നും എനിക്ക് നീതി കിട്ടണമെന്നല്ല യോസഫിന്റെ നിർബന്ധം, മറിച്ച് എനിക്ക് എത്ര നീതിയോടെ അവളോട് പെരുമാറുവാൻ സാധിക്കും എന്നുള്ളത്. നമുക്കെപ്പോഴും കിട്ടേണ്ടതിനെ കുറിച്ചൊക്കെയാ കൂടുതലും ചിന്തയുള്ളൂ, അല്ലേ? അത് ശരിയാണോ അച്ചോ? പറഞ്ഞ കാര്യമല്ലയോ? ഇങ്ങോട്ട് തരേണ്ടതല്ലയോ? അതെല്ലാം എന്തോ ഒരു ന്യായവാദങ്ങളൊക്കെയാണ്. എന്നാൽ നാം ആ വ്യക്തിയോട് പുലർത്തേണ്ടുന്നതും കാണിക്കേണ്ടതുമായ നീതിയെക്കുറിച്ച് നാം എത്രത്തോളം ബോധ്യമുള്ളവരാണ്, ചിന്തയുള്ളവരാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. യോസഫിൻ്റെ നീതിബോധം ദൈവിക നീതിയോട് കിടപിടിക്കുന്നതായ ഒരു അനുഭവമായിട്ടാണ് വിശുദ്ധ വചനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ ദൈവനീതിയുടെ ദേഹരൂപമായിട്ട് നമ്മുടെ മുൻപിൽ വിളങ്ങുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടപാടുകളിൽ നീതി കുറഞ്ഞപക്ഷം അല്പമെങ്കിലും നീതി അക്ഷരങ്ങളിലെങ്കിലും പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നു. അക്ഷരത്തോടൊപ്പം കരുണ കൂടെ ചാലിച്ചുകൊണ്ട് നമ്മളുടെ നീതി പ്രക്രിയകൾ നിർവഹിപ്പാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് യോസഫിനെ കുറിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഹി ഈസ് ദ കമ്പാനിയൻ ഇൻ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ആരുണ്ടായിരുന്നു സഹായിക്കാൻ? ദൈവം ഇയ്യോബിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു? അല്ലേ? ആരുണ്ടായിരുന്നു കൂടെ? ആരുമില്ലായിരുന്നു. ദൈവം ത്രിത്വമായവൻ ഒരുമിച്ച് തനിച്ച് നിന്നുകൊണ്ട് ചെയ്തതായ പ്രവൃത്തിയാണ് ലോകത്തിൻ്റെ സൃഷ്ടി എന്ന ഉൽപ്പത്തി പുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതിൽ നിന്നും ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. ആരുടെയും സഹായമില്ലാതെ എഫർട്ട്ലെസ് ആയിട്ട് ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു. എന്നാൽ ഈ ദൈവം കാലങ്ങൾക്കിപ്പുറം ഈ സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ ഒരുങ്ങിയപ്പോൾ
അവൻ സകല മനുഷ്യരുടെയും സഹായം ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ചില പ്രത്യേക ആളുകളെ പ്രത്യേക നിയോഗങ്ങൾക്കായിട്ട് അവൻ ക്ഷണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളോടുള്ള അറിയിപ്പിനെ കുറിച്ചാണ് ഈ നാളുകളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. സഖരിയാവിനോട്, എലിസബത്തിനോട്, മറിയയോട്, ഇതാ ഇപ്പോൾ യോസഫിനോടും ദൈവത്തിന്റെ ദൂതൻ വന്ന് സംസാരിക്കുകയാണ്. നീ ഇതിന് സമ്മതിക്കണം. നിന്നെ എൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് നിന്നെ കൂടെ ഭാഗഭാക്കാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാ ചോദിക്കുന്നത്? ഒറ്റ വാക്കുകൊണ്ട് സകലവും നിർമ്മിച്ചവൻ, ഒരാളുടെയും സഹായമില്ലാതെ സ്വയസ്ഥിതനായിട്ടുള്ളവൻ, അവൻ ഇന്ന് മനുഷ്യനോട് ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. നീ കൂടെ എൻ്റെ കൂടെ കൂടിയാൽ നന്നായിരുന്നേനെ. ലോകത്തിന്റെ രക്ഷ പിതാവായ ദൈവത്തിന് തനിച്ച് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ്? അല്ല, അങ്ങനെയല്ല. എന്നാൽ ദൈവം തൻ്റെ തിരുമനസ്സിൽ നമ്മെ കൂടെ തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുവാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. For the recreation of everything, he demanded human help. ദൈവത്തിൻ്റെ വിശ്വസ്തനായ പദ്ധതി പങ്കാളിയായിട്ട് ദൈവം യോസഫിനെ വിളിക്കുകയാണ്. യോസഫേ, എനിക്ക് ചില കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. നീ എൻ്റെ കൂടെ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്ത് സഹായിക്കണം. ചെയ്യണം, കൂടെ കൂടണം, പങ്കാളിയാകണം. യോസഫിനെ സഹായത്തിനായിട്ട് ക്ഷണിക്കുന്നതായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഇത് അത്ര സുഖമുള്ള പരിപാടിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? കർത്താവിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് സുഖകരമായ ഒരു പദ്ധതിയാണെന്ന്, പരിപാടിയാണെന്ന് ജോസഫിൻ്റെ ജീവിതം കണ്ടാൽ നിങ്ങൾ പറയും? എനിക്ക് തോന്നുന്നില്ല. വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ഓടേണ്ടി വരുന്നതായ, നെഞ്ചിലൂടെ വാൾ കടക്കുന്നത് മറിയയുടെ മാത്രമൊന്നുമല്ല, അപ്പനും അതുപോലെ തന്നെയുള്ള ഭീകരമായ വേദന അനുഭവിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷ സ്നേഹിതന്മാർ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നൊമ്പരപ്പെടുമ്പോൾ ഇപ്പുറത്ത് മാത്രമേ നെഞ്ചുവേദന ഉണ്ടാകത്തുള്ളൂ. ഞാനും ഒരപ്പന, എനിക്കും അതുപോലെയുള്ള പീഡനമാണത്. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഒരു കുഞ്ഞിന് പ്രയാസമുണ്ടാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരുപോലെ വേദനയാണ്. പക്ഷെ കവിഭാവന എപ്പോഴും അമ്മയുടെ വേദനയെക്കുറിച്ചേ പറയത്തുള്ളൂ. അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആരും ഇല്ലാതെ പോകുന്നു. ശരിയാണ്. എന്നാൽ ഈ മനുഷ്യൻ സഞ്ചരിച്ചതായ പാതകൾ, ഈ പുരുഷൻ ആ കുഞ്ഞിനു വേണ്ടി അനുഭവിച്ചതായ യാതനകളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നോക്കുമ്പോൾ ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നത് സുഖകരമായ അനുഭവമല്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സ് കാണിക്കുന്നവനാണ് യോസഫ്. അസ്വസ്ഥത ഉണ്ടാകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നതായ വഴികളിൽ അവനോടൊപ്പം നിൽക്കുന്നത് യോസഫ് നമുക്ക് നൽകുന്ന നല്ലൊരു മാതൃകയാണ്. മൂന്നാമതും അവസാനവുമായി യോസഫിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവൻ ദ ഗാർഡിയൻ ഓഫ് ഡിവൈൻ ഡിക്രീസ് എന്നാണ്. ദൈവികമായ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുന്ന യോസഫ്. യോസഫിനെ നാം കാണുന്നത് ഉറക്കത്തിൽ ഏർപ്പെടുന്ന ഒരാളായിട്ടാണ്. സ്വപ്നത്തിൽ ദൂതൻ അവനോട് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന യോസഫിനെയാണ് ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. ഉറക്കത്തിൽ അസ്വസ്ഥമായ മനസ്സുകൾ ഉള്ളപ്പോഴാണ് പലപ്പോഴും സ്വപ്നങ്ങൾ നമ്മെ സന്ദർശിക്കുന്നത് എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ മനഃശാസ്ത്രജ്ഞരൊക്കെ ഉണ്ട്. അവർ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിവുള്ളവർ. എൻ്റെ അല്പമായ അറിവാണ് ഞാൻ പറഞ്ഞത്. യോസഫിന്റെ ഉറക്കത്തിൽ ദൂതൻ അവനെ സന്ദർശിച്ചു. ക്രിയേഷനിൽ, സൃഷ്ടിയിലും ഇത്തരത്തിലൊരു ഉറക്കം ഉണ്ട്. ആദമിനെ ദൈവം അങ്ങ് ഉറക്കിയ ശേഷം അവൻ്റെ ഒരു വാരിയെല്ലെടുത്ത്
അതിനെ സ്ത്രീയായി പരിണമിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ആദം ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്നത് കൽപ്പനകളുടെ ലംഘനത്തിനാണെങ്കിൽ, അല്ലയോ? അങ്ങനെയല്ലയോ? നിങ്ങളെന്താ വേദപുസ്തകം വായിച്ചിട്ടും കണ്ടിട്ടും ഇല്ലാത്തവരെ പോലെ ഇരിക്കുന്നത്? ആകപ്പാടെ 2 കണ്ണേ എനിക്ക് കാണാൻ ഒക്കുന്നുള്ളൂ. അതിൻ്റെതായ അസ്വസ്ഥത എനിക്കുമുണ്ട്. എന്നാൽ നാം ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ജാഗ്രതയോടെ ഇരിക്കും. ആദം ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത് കഴിക്കരുതെന്ന് പറഞ്ഞതായ ആ പഴം കഴിക്കുവാനായിട്ടാണെങ്കിൽ, ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കൽപ്പനകളുടെ അനുഷ്ഠാനത്തിനാണ്. എന്താണ് കൽപ്പനകൾ വന്നത്? നാം വായിച്ചു കേട്ടു, ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം, കുഞ്ഞിനെ നീ യേശു എന്ന് പേരിടണം എന്ന് വരെ പറഞ്ഞു. 24-ാം വാക്യം, യോസെഫ് ഉറക്കം ഉണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ആദ്യ മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും കൽപ്പന ലംഘനത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ, ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവൻ്റെ പിൻഗാമി, അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. കൽപ്പിച്ചത് മാത്രമല്ല, അതിലും അല്പം കൂടുതൽ ചെയ്തു. എന്തൊക്കെയാ ചെയ്തത്? 25-ാമത്തെ വാക്യം, ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. മകന് അവൻ യേശു എന്ന് പേര് വിളിച്ചു. വീണ്ടും മുന്നോട്ട് ജോസഫിൻ്റെ ജീവിതവും അനുഭവങ്ങളും നമുക്ക് പരിചയമുണ്ട്. ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തെല്ലാം ഈ മനുഷ്യൻ നിശബ്ദമായി നിന്ന് ചെയ്തു. ഹെരോദാവ് കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം ഉപജീവനവും ദേശവും ചർച്ചക്കാരെയും വിട്ട് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുവാൻ പോലും ഈ കുഞ്ഞിനു വേണ്ടി യോസഫ് തയ്യാറായി. ദൈവം കൽപ്പിച്ചത് അതിലും അധികവും ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ അനുഷ്ഠാനം തൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ പ്രമാണമായി യോസഫ് സ്വീകരിച്ചു. ഇവിടെവരെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അകവൂർ ചാത്തൻ്റെ ചുരയ്ക്ക പോലെ കയ്പ് വീണ്ടും നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടുകയാണെങ്കിൽ എത്ര കുർബാന കൊണ്ടിട്ട് എന്ത്, എത്ര ആഗമനം ആചരിച്ചിട്ട് എന്ത്. യോസഫ് നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. മനുഷ്യൻ ഇതൊക്കെ സാധിക്കും എന്ന് നമ്മോട് പറയുന്നതായ കഥാപാത്രം. മനുഷ്യന് ഇങ്ങനെ സാധിക്കുമെങ്കിൽ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ ആകുവാൻ്റെ കോണം പരിശ്രമിക്കേണ്ടതെങ്കിലും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവം മുൻപാകെ നിൽക്കുമ്പോൾ, കർത്താവേ, ഞാൻ ഒന്നുമായില്ലെങ്കിലും ഇത്രയുമെങ്കിലൊക്കെ ഒന്ന് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ന്യായമെങ്കിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും. ഇവിടെ ഒരു യോസഫിൻ്റെ ജീവിതം നമ്മോട് സംസാരിക്കുന്നത് ആത്മപ്രചോദനത്തിൽ തിരിച്ചറിഞ്ഞ് പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. ഇവിടെ കർത്താവേ, ദൈവവചനത്തിനായിട്ട് സ്തോത്രം. അതിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന വെളിച്ചങ്ങൾക്കായി സ്തോത്രം. കാലങ്ങൾക്ക് ഇപ്പുറം യോസഫ് എന്ന അവിടുത്തെ ലോകപ്രകാരമുള്ള പിതാവിനെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവിക ന്യായത്തിൻ്റെ നീതിയുടെ ദേഹരൂപമായി ഞങ്ങൾ അവരെ മനസ്സിലാക്കും. കരുണയാൽ ആവൃതമായ നീതി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് ആലോചനകൾ നൽകുമ്പോൾ അത് നഷ്ടം വരുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ പദ്ധതിയുടെ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, നീ കൽപ്പിക്കുമ്പോൾ നിന്റെ കൽപ്പനകൾ അതിനപ്പുറം അനുസരിക്കുവാൻ, അനുസരണത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ യോസഫിനെ പോലെ ഞങ്ങളെയും സഹായിക്കണമേ. കർത്താവേ, ദൈവവചനം പുതുക്കത്തിനായിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ, രൂപാന്തരത്തിനായിട്ട് ഞങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ
നീ ഞങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങളെ തന്നെ ശോധന ചെയ്ത തിരുത്തലുകൾ വരുത്തുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ കയ്പുകളെ നീക്കം ചെയ്ത് നന്മയുള്ള മനുഷ്യരായി ജീവിപ്പാൻ്റെ കോണം ഈ ആഗമനകാലത്തിൻ്റെ ആചരണം ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണമേ. അർത്ഥരഹിതമായ ആവർത്തനങ്ങൾ ഞങ്ങളുടെ ആചരണങ്ങളിൽ കടന്നു വരുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയതോ നീ കേൾക്കണമേ. ആമേൻ. ആവർത്തിതമായ കർമ്മങ്ങൾ ഒരുവനെയും രക്ഷപ്പെടുത്തുന്നില്ല. കുർബാന തുടർച്ചയായി സ്വീകരിച്ചു എന്നതുകൊണ്ട് ആരും രക്ഷപ്പെടണം എന്നില്ല. മറിച്ച് അത് നമുക്ക് ശിക്ഷാവിധിക്കായി തീരാനും സാധ്യതയുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാന എന്ന മഹത്തായ ആചരണം ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി കർത്താവ് കൽപ്പിച്ചു തന്നിരിക്കുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, അവനിൽ നിന്നും നിത്യജീവന്റെ ഉറവകൾ പൊങ്ങി വരും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അർത്ഥപൂർണമായ ആചരണം നമ്മുടെ നന്മയ്ക്ക് കുർബാന പങ്കെടുക്കുമ്പോൾ കർത്താവേ, ഇതിൻ്റെ അന്തസ്സത്തയിൽ ഞങ്ങൾ ഉൾച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി, എനിക്കിതിനുള്ള യോഗ്യതയില്ല എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. ഈ നാളുകളിലും കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ മേശ ഒരുക്കി ജീവൻ്റെ ഭക്ഷണം നമുക്ക് വിളമ്പി തരുന്നു. ഭയഭക്തിയോടെ നമുക്കതിനായിട്ട് ഒരുങ്ങാം. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുക്കത്തോടെ വന്നിരിക്കുന്നവർ അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് വന്ന് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന, അനുതാപത്തിൻ്റെ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുന്നവനാകുന്നു. ഈ ബോധ്യത്തോടുകൂടെ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചാങ്ങിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതിയിലെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെന്നും നന്ദിയോടായി വണങ്ങും. സർവശക്തിയുള്ള ബാബതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായും തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതയനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെയും നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവരും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെയും നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീ കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിയും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമനായ ദൈവം തൻ്റെ വാഗ്ദത്ത പ്രകാരം സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
എൻ്റെ സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോട് കൂടെ പ്രാർത്ഥിപ്പിൻ. സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ നിരപ്പും സമാധാനവും സത്യസ്നേഹവും എല്ലായ്പ്പോഴും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമർപ്പിക്കുന്ന ഈ സ്തോത്രയാഗം പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും നീതീന്ദ്രിയങ്ങളോടുള്ള വേഴ്ചയ്ക്കും മുഖാന്തരമായി ഞങ്ങൾക്ക് ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവ് സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാതപുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സത്യേകദൈവമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും നാവ് കൊണ്ടും സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും കാണപ്പെടാവുന്നല്ലാത്ത കൂട്ടങ്ങളോടും എണ്ണപ്പെടാവുന്നല്ലാത്ത നിരകളോടും വിശ്വാസമുള്ള നല്ല ജനമൊക്കെയും ആത്മീകമായി യോജിച്ചുകൊണ്ട് ശ്രാപ്പന്മാരെ പോലും മുൻമടങ്ങായി നിന്നെ സ്തുതിച്ച് ഉച്ചത്തിൽ ചൊല്ലുന്നു.
കൈകളിലപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്നെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്തു. പ്രകാരം തന്നെ വെള്ളത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവ് വീണ്ടും വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവനവന്റെ പ്രവർത്തികൾ പോലെ നീ പ്രതിഫലം കൊടുക്കുന്നതായ നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളോടുകൂടെ വിസ്മയനീയവും അത്ഭുതകരവുമായ നിന്റെ രക്ഷന്റെ വ്യാപാരവും ഞങ്ങൾക്ക് മറന്നിരിക്കുന്നവയല്ല. ഇത് ഹേതുവായിട്ട് നിന്റെ സഭയും ഈ നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ലാഭോ അതുമറോ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളോട് ഉത്തരമരുളി ചെയ്തതായതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അപ്പം നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ സ്ഥിരീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ സ്ഥിരീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദിക്കുന്നവരായി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് മേഘപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതെപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പട്ടത്വത്തിനടുത്ത് എല്ലാവരെയും കരുണയോട് ഓർക്കണമേ. നിന്റെ വിശുദ്ധരുകാരുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ തോട്ടത്തിന് കീഴെ അവരെ നടത്തണമേ.
കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാള് നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷം പ്രവർത്തിക്കും ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമുക്ക് ഓർമ്മിക്കാം. ദൈവകരുണയിലേക്ക് നമ്മുടെ ദേശത്തെ ചേർത്ത് നിർത്താം. കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ ഭവനങ്ങളിൽ മേലും ഉണ്ടാകുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരെയും വാർദ്ധക്യ സഹജമായ ക്ഷീണതയിലായിരിക്കുന്നവരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കും. താഴെ പേര് പറയുന്നവർ തങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അപേക്ഷിക്കുന്നു. 5-ാം പ്രാർത്ഥനാ യോഗത്തിൽ ജോസ്മോ മേലെവിള പടിഞ്ഞാറ്റതിൽ വിധേയമായ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്നു. 7-ാം പ്രാർത്ഥനാ യോഗത്തിൽ ജേക്കബ് വർഗീസ് കടലാഴികത്ത് നൈസ് തൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഇടവകയുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പേര് പറയപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. 3-ാമത്തെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ജി ജോർജ് അജീവില്ല പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുന്നു. 8-ാമത്തെ പ്രാർത്ഥനാ യോഗത്തിൽ വടകോട്ട് അമിത് കോട്ടേജിൽ അലക്സാണ്ടർ തൻ്റെ മാതാവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രത്യേകം അപേക്ഷിക്കുന്നു. 11-ാമത്തെ പ്രാർത്ഥനാ കൂട്ടത്തിൽ അജിത് പാലസിൽ പാപ്പച്ചു രോഗസൗഖ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ആവശ്യം. വീണ്ടും 11-ാമത്തെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഗ്രേസ് ഭവനിൽ ശ്രീ KC തോമസ് തൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രത്യേകമായ സഭയുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. പേര് പറയപ്പെട്ടവരും നമ്മുടെ പരിചയത്തിലുള്ള ശേഷമുള്ളതായ രോഗികളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച സൗഖ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വന്തം പുത്രനെ പോലും നൽകുവാൻ മനസ്സ് കാണിച്ച ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ്റെ കോണം താല്പര്യമുള്ളവനായ ദൈവം, നമ്മുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ദൈവം, നമ്മുടെ രോഗങ്ങളിൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ്റെ കോണം വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ ജാഗരിക്കാം. ഒരു ക്രിസ്തുമസ് കാലയളവിലേക്ക് നാം വീണ്ടും പ്രവേശിക്കുന്നു. കർത്താവേ, ആചരണങ്ങൾ ആവർത്തനങ്ങളാകുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കാം. ആത്മശോധനയിൽ ദൈവസന്നിധിയിൽ നിന്ന് അവനവൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു കർത്താവേ, ഈ ആചരണം ഞങ്ങൾക്ക് അനുഭവമായി ഭവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ പലര് പ്രത്യേകമായ ആവശ്യങ്ങളുമായിട്ട് ആയിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരും കടഭാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഭവനങ്ങൾ ശരിയായ വിധത്തിലില്ലാത്തതിനാൽ പ്രയാസപ്പെടുന്നവരും നമുക്ക് അവരെയൊക്കെയും പ്രാർത്ഥനയിൽ ഓർക്കാം. നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഇരിക്കുന്നവർ, ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ ഇരിക്കുന്നവർ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ളവരെ ഓർക്കാം. ജോലി മേഖലകളിൽ പ്രയാസങ്ങൾ നേരിടുന്നവർ അങ്ങനെയുള്ളവരെ ഓർക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാം.
കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നവരെ ഓർക്കാം. ഇവിടെ ജോലി സാധ്യതകൾ മങ്ങിയിരിക്കുന്നത് ഓർത്ത് സങ്കടപ്പെടുന്നതായ ആളുകൾ പ്രത്യേകമാണ് ദൈവസന്നിധിയിൽ ഓർക്കാം. പല വിധത്തിലുള്ളതായ ദുർമാർഗങ്ങളിൽ ജീവിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ തിരിച്ചു വരവിനായിട്ട് ദൈവത്തോട് യാചിക്കാം. നമ്മളോട് ആരെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഒരു നിമിഷം നമുക്ക് പേരെടുത്ത് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണമേ. കരുണകളുടെ പിതാവാം ദൈവമേ, നിങ്ങളെ ശബ്ദമുയർത്തി നമസ്കരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ചു കൊല്ലുവാനായ ഞങ്ങളുടെ വായുകളെയും അധരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബോധങ്ങളെയും നിരൂപണങ്ങളെയും വെടിപ്പാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുടെ പിള്ളേർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തന്റെ തിരുമേനിയുടെ വലിയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ തന്റെ ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും നമ്മോട് കൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുത
ജീവനുമായ ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നേക്കും ദർശനവും സാധ്യമായി രാഹുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിയാവതല്ലാത്ത ദരിശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ വധുവാന്റെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവം നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ കൊടുക്കുന്നവരുടെ മേലുവേ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആത്മകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും നന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന ഓർമ്മയിൽ സ്തോത്രത്തോടും സന്തോഷത്തോടും കൂടെ ഇവയെ കൈക്കൊള്ളുക.
സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ മിശിഹായ, ഞങ്ങൾ ഭക്ഷിതായ ശരീരവും ഞങ്ങൾ പാനം ചെയ്യുന്ന രക്തവും ഞങ്ങൾക്ക് ആർക്കും കുറ്റത്തിനും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ പിന്നെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം വരുന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുമായതിപ്പോൾ എല്ലായ്പ്പോഴും തന്നെ. സ്തോത്രം പാടും തവദാനം റുഹകുദിശായിക്കും സ്തുതി പാടിയിടും. പാപികൾ ഞങ്ങൾ തിരുമേശയിൽ നിന്ന് അനുഭവിച്ചതിനാ മോചിക്കണമേ. ഞങ്ങളുടെ പിഴകൾ കരകളുമെല്ലാം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും കണ്ടെത്തുവാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി എനിക്ക് വേണ്ടി So